ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ ഒരു സുരക്ഷിതല്ല എന്നുള്ള രീതിയിലാവും ഇപ്പൊ അയാളുടെ ചിന്ത. മോൻ വിഷമിക്കണ്ട. മോന്റെ അവസ്ഥ അവൾക്ക് അറിയില്ലല്ലോ. ചെയ്തത് തെറ്റ് തന്നെയാ. അത് മോന് മനസ്സിലാവുകയും ചെയ്തു. അറിഞ്ഞോണ്ടല്ലോ. ഞാൻ സമയം പോലെ അവളെ പറഞ്ഞു മനസ്സിലാക്കാം. കുറച്ചു ദിവസം ഇതിന്റെ ദേഷ്യം ഉണ്ടാവും. ഞാൻ പറ്റുന്ന പോലെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇങ്ങോട്ട് ഇറങ്ങ. ഇപ്പോ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം. നിന്നെ പോലൊരു ക്രിമിനലിന് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. എല്ലാരും കൂടി എല്ലാം മറച്ചു വെച്ചിട്ട് ഞങ്ങളെ ചതിച്ചതും പോരാ, നീ മാത്രമല്ല നിന്റെ ചേട്ടനും ഇനി ഈ വീട്ടിന്റെ പടി ചവിട്ടരുത്. ഇതൊക്കെ എത്ര കാലം മൂടി വെച്ച് ജീവിക്കാൻ പറ്റുമെന്ന രമേ നീ കരുതിയത്? ഇപ്പോഴും എന്റെ മോൻ ജീവിച്ചിരിക്കുന്നതേ ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇനിയും നിന്നെ ഇവിടെ നിർത്തിയാൽ എന്റെ മോനെ നീ ഇല്ലാതാക്കും. അതുകൊണ്ട് നീ എങ്ങോട്ടെങ്കിലും പോ. മോനെ, നീ അമ്മയെ വിശ്വസിക്കടാ. ഭദ്രേട്ടൻ ഇതൊക്കെ വെറുതെ പറയുന്നതാ. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലമ്മേ, അമ്മയോടുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളെപ്പോലൊരു സ്ത്രീയാണല്ലോ. ഇത്രയും കാലം ഞാൻ അമ്മയെന്ന് വിളിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ നിന്നോട് ഇനി ഞാൻ ക്ഷമിക്കാനോ? ഇറങ്ങ. ഇറങ്ങി പോലടി പറഞ്ഞ. കഴുത്തിൽ ഒരു കുരുക്ക് മുറുകാൻ കണക്കിനുള്ളതൊക്കെ ഇവള് ചെയ്തു വെച്ചിട്ടുണ്ട് സാറേ. നിയമത്തിന്റെ പഴുതിലൂടെ ഇവളൊന്നും രക്ഷപ്പെടരുത്. തൂക്കുകയർ എന്നെ വാങ്ങി കൊടുക്കണം. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ.